എന്ത് ചുമട്ട് തൊഴിലാളികളൊക്കെ ഇങ്ങോട്ട് വന്നത്? ഇന്ന് ഇവരുടെ മഹാസമ്മേളനം വല്ലതും ഉണ്ടോടെ? ചെല്, നിങ്ങൾക്ക് എന്താ സംസാരിക്കേണ്ടെന്ന് വെച്ചാ ചെന്ന് സംസാരിക്ക. എന്തരാണ് വാലേഷം മുതലാളി? ദൂരദർശനന്റെ പണി എവിടം വരെ ആയി? എപ്പോഴാണ് ഇംഗ്ലീഷ് രാമായണം TV കാണിക്കാൻ പോണത്? എന്തരടേ ഇവിടെ വെച്ച് പിന്നെയും കാറിന്റെ ആക്സിൽ ഒടിഞ്ഞാടേ? ആ മതി മതി, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. എന്തൊരു വിഷയം? വിഷയം പറ. ഇതെന്തൊരു പള്ളിക്കൂടാ? ഞങ്ങളെ പറ്റിച്ച ചതിയന്മാരാണ് വരും. കല്യാണ തട്ടിപ്പ് വീരന്മാര്. സത്യം പറടാ, നീയൊക്കെ ഇതുവരെ എത്ര പെമ്പിള്ളേരെ കല്യാണങ്ങൾ കഴിച്ചിട്ടുണ്ട്? എത്ര പെമ്പിള്ളേരുടെ ജീവിതം നീയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടോ? എത്ര പെമ്പിള്ളേരുടെ തന്തമാര് ആവാനും സഹിക്കാൻ വയ്യാതെ തൂങ്ങി ചത്തിട്ടുണ്ട്. അച്ഛനോ? ആരടാ അതിന്റെ അച്ഛൻ? കരക്കരയുടെ പിന്നാക്കെ മലക്കറിയും ചമന്ന് നടക്കുന്നത് നീ എന്നെ ഇനി അച്ഛന്ന് വിളിച്ചാലുണ്ടല്ലോ അടിച്ച് നിന്റെ കവാല കുട്ടി പൊളന്നാളെ കാവറക്കി വടുക. എന്റെ അമ്മോ, ഇതായിരുന്നു എന്തരാ? ഇവർ രണ്ടുപേരും കൂലികളാ. മാട്ടുപ്പെട്ടി ചന്തയിലെ നല്ല ഒന്നാം തരം ചുമട്ടുകാര്. ഇവർ രണ്ടുപേരും ഇല്ലാത്തത് പലതും പറഞ്ഞു പൊലിപ്പിച്ച് പറ്റിച്ചാണ് നിങ്ങളുടെ രണ്ട് പെൺകുട്ടികളെയും കല്യാണം കഴിച്ചത്. തെറ്റാ അവർ ചെയ്തത്. അതിനുള്ള ശിക്ഷ അവർ അർഹിക്കുന്നുമുണ്ട്. ഏത് കോടതിക്ക് അവരെ ശിക്ഷിക്കാൻ? ഞങ്ങളൊരു ഒത്തുതീർപ്പിനാ വന്നത്. എടുത്തുചാടി ഒരു തീരുമാനമെടുക്കരുത്. ഇവരെ നിങ്ങൾ ഇനി എങ്ങനെ ശിക്ഷിച്ചാലും നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം തിരിച്ചു കിട്ടുമോ? ചീത്തപ്പേര് മാറുമോ? ഞാൻ ഉപദേശം തരാൻ ഇയാൾ ആരുവാ? ചട്ടമ്പി സ്വാമിയാണ്. ദേവന്മാരുടെ വക്കാലത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണം തന്റെ അടുത്ത് ഞങ്ങൾക്ക് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം എനിക്കുണ്ട്. കാരണം നിങ്ങൾ കൊടുത്ത പെറ്റീഷനിലെ 5ാം പ്രതിയാണ് ഞാൻ. ഞാൻ അങ്ങനെ പ്രതിയായെന്ന് എനിക്കറിയണം. അത് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞോളാം. സാറേ, ദേവന്മാരുടെ പൂക്കൾ നോക്കി നല്ല 4 താങ്ങി. ഇനി ഒരിക്കലും ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കരുത്. എന്താ നിങ്ങൾക്ക് വിചാരം? പോലീസ് എന്താ സ്വിച്ചിട്ട് അപ്പുറത്തേക്ക് യന്ത്രങ്ങളോ അതോ ബുദ്ധിയില്ലാത്ത കഴുതകളോ? വെറുതെ അല്ലല്ലേ, പരാതി എന്നിട്ടല്ലേ? തുട്ടി വേണേ പറയും തരാം. ഒരു പരാതി കിട്ടിയാലുടൻ പരാതിയെ കുറിച്ച് അന്വേഷിക്കാതെ കൈമടക്കം വാങ്ങി ഒരുത്തനെ കസ്റ്റഡിയിലെടുത്ത് 10 പൂശും പൂശി ഇല്ലാത്തതും തെളിയാത്തതുമായ കേസുകൾ തലയിൽ വെച്ച് കെട്ടി പ്രതിക്കൂട്ടിലേക്ക് തള്ളി കയ്യും കഴുകി തിരിച്ചു പോകുന്ന സാഡിസ്റ്റുകളാണ് എല്ലാ പോലീസുകാരും എന്ന് താൻ കരുതിയോ? വിളിക്കണോ നിങ്ങളുടെ മക്കളെ? എനിക്ക് അവരുടെ അഭിപ്രായം കൂടെ അറിയണം. ഇറക്കി വിടണം അവളുമാരെ, ഇറക്കി വിടാനാ പറഞ്ഞത്. ലക്ഷ്മി, പേരെടുത്ത് വിളിക്കാൻ പോലും അർഹതയോ അധികാരവും ഞങ്ങൾക്കില്ല. കേട്ടതും അറിഞ്ഞതും എല്ലാം സത്യമാണ്. ഞങ്ങൾ ചുമട്ടുകാരാ. നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ വെറും കൂലികൾ. ചന്തയില് തമ്മിൽ തല്ലിയും പിണങ്ങിയും കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് കുറെ രൂപ ഉണ്ടാക്കിയ കൊള്ളാൻ തോന്നി. അതും വാശിപ്പുറത്ത്. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. നിന്നെ ഒരിക്കൽ പെണ്ണ് കാണാനെത്തിയ ഒരുത്തനെ നിന്റെ അച്ഛൻ അപമാനിച്ചു വിട്ടപ്പോ ആ പക തീർക്കാൻ കണ്ടെത്തിയ കൂലിക്കാരനായി ഞാൻ മാറി. ഇവിടെ എത്തിയപ്പോ കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ചു. അപ്പോഴും ലക്ഷ്യം കാശായിരുന്നു. പണവും വീടും പാരമ്പര്യമൊന്നും ഞങ്ങൾക്ക് തരാനില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. ജീവനുള്ള കാലം വരെ അതിനൊരു കുറവുണ്ടാവില്ല. കൂടെ വരുമെങ്കിൽ യൂണിയൻകാരോട് കളിക്കരുത്. നിങ്ങൾ പറയുന്നത് കേട്ട് കൈയും വീശി തിരിച്ചു പോകാൻ വന്നവരല്ല ഞങ്ങൾ. ചേരിക്കാര് പാവങ്ങളാ, കൂറുള്ളവരാ. ഞങ്ങൾ തൊഴിലാളികള് കാര്യത്തോടെ എടുക്കുമ്പോ ഒന്നാ. ഞങ്ങളൊന്ന് വിരലിനൊടിച്ചാൽ ഈ നിൽക്കുന്നവർ മുഴുവൻ ഇവിടെ ഇടിച്ചു കയറും. നിങ്ങളുടെ 2 പെമ്മക്കളെയും തൂക്കിയെടുത്ത് ഞങ്ങളെ ചെറ്റക്കുടിൽ കൊണ്ടാക്കും. പക്ഷേ ആ കുടിൽ കഴിയാനുള്ള മനസ്സ് ഇവർക്കില്ലെങ്കിൽ വരില്ലെന്നറിയാം. എങ്കിലും ഈ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ഏതെങ്കിലും ജയിലിൽ ഉറക്കമില്ലാത്ത രാത്രി ചിന്തിച്ചിരിക്കുമ്പോ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ എന്ന് മനസ്സ് ചോദിച്ചാൽ ഉത്തരം പറയാനായിട്ടാ. കൂടെ വരുമോ? മറുപടി എന്തും പറഞ്ഞോളൂ, മടിക്കണ്ട. വെറുപ്പാണ് എപ്പോഴും മനസ്സിലെങ്കിൽ ഒരിക്കലും നിന്റെ ജീവിതത്തിന്റെ 7 അയലെത്തി ഞാൻ വരില്ല. മച്ചാനെ, ഞങ്ങൾ ഇറക്കിക്കൊണ്ടുവരാം അവളുമാരെ. മച്ചാൻ ഒന്ന് പറഞ്ഞാൽ മതി. വേണ്ട, എനിക്ക് വേണ്ടി ആരും ബഹളം ഉണ്ടാക്കണ്ട.
വെറുതെ അതിമോഹം കൊണ്ട് സാറിനും ചീത്തപ്പേരുണ്ടാക്കി. മഹാദേവൻ സാറ് ഞങ്ങളോട് ക്ഷമിക്കണം, പൊറുക്കണം. സാറിന് ഞങ്ങളെ കൊണ്ടുപോവാം. വിവാഹ തട്ടിപ്പിലൂടെ ഇവരെ വഞ്ചിച്ചത് ഞങ്ങളാ. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും ഞങ്ങൾ തയ്യാറാ. കോൺസ്റ്റബിൾ, മച്ചാനെ, കണ്ണപ്പ, ദേ നോക്കടാ. എങ്ങോട്ട് പോണടി? ഞങ്ങളെ തടയാൻ എന്ത് അവകാശം നിങ്ങൾക്കുള്ളത്? ഞങ്ങൾ പോണത് ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്കാ. എടി, ലവന്മാര് വെറും കൂലികളാണടി. എന്റെ അമ്മയെ കെട്ടുമ്പോ അച്ഛൻ ഇതുപോലെ ഒരു കൂലി ആയിരുന്നില്ലേ? തലയിലെട്ടിന്റെ പിൻബലത്തിൽ കുറച്ച് കാശുണ്ടായി പോയി. അതിൽ അഹങ്കാരം മൂത്ത് നിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോ ഓർത്തോ ഞങ്ങളുടെ ഭാവിയെ കുറിച്ച്? അന്വേഷിച്ചോ ഞങ്ങൾ കെട്ടാൻ പോണ ചെറുക്കനെ കുറിച്ച്, ചെറുക്കന്റെ വീടിനെ കുറിച്ച്, തറവാടത്തെ കുറിച്ച്, ജോലിയെ കുറിച്ച്? ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയ ചതിയന്മാരെയല്ല, സ്നേഹമുള്ളവരെയാ, നല്ലവരെയാ. ഞങ്ങളെ പറ്റിച്ച് ഉള്ള പണ്ടവും പണവും അടിച്ചെടുത്ത് ഒക്കെ തിരുത്താൻ ഒരു കുട്ടിയും തന്നിട്ട് അവർക്ക് വേണമെങ്കിൽ മുങ്ങാമായിരുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളോടൊപ്പം കഴിയാനായി കുറേയേറെ കള്ളങ്ങൾ പറഞ്ഞവർ പിടിച്ചു നിൽക്കാൻ നോക്കി. ആ തെറ്റൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു. ഇനി ആര് ചോദിച്ചാലും തന്റെ അടുത്തോടെ ഞാൻ പറയും, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആ നിൽക്കുന്ന കൂലിയാണെന്ന്. കേട്ടില്ല ഇവര് പറയുന്നത്? ഒരുപക്ഷേ 100 ജന്മം പുണ്യം ചെയ്ത തലമുറയിലെ പിന്തുടർച്ചക്കാരായിരിക്കും നിങ്ങൾ. അല്ലെങ്കിൽ ഇതുപോലുള്ള ഭാര്യമാരെ കിട്ടില്ലടാ. കോൺസ്റ്റബിൾ, ആ വിലം കഴിക്ക. കൊണ്ടുപോടാ ഇപ്പൊ പിള്ളേരെ ചേരിയിലോട്ട്. ഇനി ഇവരായി ഇവരുടെ പാടായി. മക്കളെ, കഴിഞ്ഞ് നിനക്ക് ചേരി പോയി താമസിക്കണോ? ഇവിടെ താമസിച്ചാ പോരെ? കല്യാണം കഴിഞ്ഞ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ. അത് കറക്റ്റ് തന്നെ.